നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാവരിലേക്കും ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാൽ കർക്കിടകക്കൂർ നക്ഷത്രങ്ങൾ, പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയുന്നത്. എന്താണെങ്കിലും കുറച്ച് നാളുകളായിട്ട് ഈ നാളുകൾക്കൊക്കെ വിഷമസന്ധികളായിരുന്നു. ധനമായിട്ട് ബന്ധപ്പെട്ട് അനവധി ധാരാളം പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രാരാബ്ധങ്ങൾ, തടസ്സങ്ങൾ എന്നിവയൊക്കെ അനുഭവിച്ച ഒരു സന്ദർഭവും സമയമൊക്കെയാണ് ഓരോന്നൊന്നര 2 മാസക്കാലമായിട്ട് അനുഭവിച്ചിരുന്നത്. പുണർദം പോയ ആയില്യക്കാരിൽ പുണർദം പ്രധാനമായിട്ട് ധനമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ, വിഷമസന്ധികളൊക്കെ ഇരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മോചനമായി തുടങ്ങി. അതാണ് വലിയ സംഗതി പറയാനുള്ളത്. പ്രധാനമായിട്ട് അവരിൽ ആ ധനപരമായിട്ട് ഈ പുണർദം നാളുകാരുടെ, പൂയം നാളുകാരുടെ, ആയില്യം നാളുകാരുടെയൊക്കെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് മോചനമായി തുടങ്ങി. അതൊരു സന്തോഷസിദ്ധിയാണ്. ധനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഈ നാളുകാരുടെ കുറഞ്ഞു തുടങ്ങി. തൊഴിൽ രംഗത്ത് നിന്ന് വരുമാനങ്ങൾ വർദ്ധിച്ചു തുടങ്ങി. അങ്ങനത്തെ ഒരു സമയത്തിലേക്ക് മാറി. തൊഴിൽ രംഗത്ത് നിന്ന് വരുമാനങ്ങളുടെ അളവ് വർദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനത്തെ സമയമായി അവർക്ക്. അപ്പോൾ അതൊരു സന്തോഷസ്ഥിതിയാണ്. പിന്നെ പറയണമെങ്കിൽ ധാരാളം യാത്രകൾ ചെയ്യാനുള്ള ഒരു സാഹചര്യവും സന്ദർഭമൊക്കെ വന്നു ചേരും. അതും ഒരു ഭാഗ്യസ്ഥിതി തന്നെയാണ്. പിന്നെ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ശക്തി കിട്ടുന്ന ഒരു സന്ദർഭമായി. ശക്തി, വൈഭവം, ഗുണങ്ങളെല്ലാം നമ്മൾക്ക് ലഭിക്കും പ്രാർത്ഥനയിലൂടെ. അങ്ങനത്തെ ഒരു സന്ദർഭമായി. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എന്തെല്ലാം പ്രാർത്ഥിച്ചാലും അതിനൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഗുണസ്ഥിതി കിട്ടിയിരുന്ന സന്ദർഭം വരുന്നില്ല ഈ കഴിഞ്ഞു പോയത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യതിയാനം വന്ന് ഇനിയിപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ശക്തിഭാവങ്ങൾ ലഭിക്കും, ഗുണങ്ങൾ ലഭിക്കും. അങ്ങനത്തെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭാഗ്യമാണ്. പിന്നെ അനാവശ്യമായിട്ട് കുറച്ച് ബന്ധുമിത്രാദികളായിട്ടൊക്കെ അലോഹ്യങ്ങൾ വരും. ഒരു കാര്യമില്ലാതെ കലഹങ്ങൾ വരും. മനസ്സിന് ഇഷ്ടപ്പെടാത്ത പല പ്രവൃത്തികളും സംസാരങ്ങളെല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് വന്ന് ചേരും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണിത്. അപ്പോൾ അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. പിന്നെ മൂത്രാശയ സംബന്ധമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരും. അങ്ങനത്തെ ഒരു സമയമാണിത്. ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. എന്ന് വെച്ചാൽ ഇതൊന്നും വരാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അനാവശ്യമായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ രോഗാവസ്ഥകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ വരും. എന്നാലും വലിയ കാഠിന്യത്തിലേക്കൊന്നും പോവില്ല എങ്കിലും അവയെല്ലാം ബാധിക്കാനുള്ള ഒരു സമയസ്ഥിതിയാണ്. അപ്പം അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനുള്ള മനസ്സ് വരും. ആ മനസ്സ് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. അതെല്ലാം നമുക്ക് വിജയത്തിലെത്തിക്കാൻ സാധിക്കും. വാക്സാമർഥ്യം കൊണ്ടും പ്രവർത്തന സാമർഥ്യം കൊണ്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരു സമയമൊക്കെയാണ് ഈ പുണർദം, പൂയം, ആയില്യം നാളുകാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അത് ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ള പ്രധാന ഘടകം. നമുക്കിടുന്ന അവസരങ്ങൾ, നമുക്കിടുന്ന ഭാഗ്യങ്ങൾ, നമുക്കിടുന്ന ചില സന്ദർഭങ്ങൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭാഗ്യാനുഭവമാണ്. പിന്നെ പറയണമെങ്കിൽ ചില മാനസിക ക്ലേശങ്ങൾ, ദാമ്പത്യ ക്ലേശങ്ങൾ, കുടുംബ ക്ലേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന ആളുകാർക്ക് മാനസികമായിട്ട് പല ബുദ്ധിമുട്ടുകളുള്ള സന്ദർഭം ഉണ്ടായിരുന്നു. ധനമായിട്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ കുടുംബത്തിൽ പല ക്ലേശങ്ങളുണ്ടായിരുന്നു. വേണ്ടപ്പെട്ട പല ആൾക്കാരായിട്ടുള്ള സംസർഗങ്ങൾ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. അതൊക്കെ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി. പിന്നെ പോലീസ് കേസ് കാര്യങ്ങളുള്ള ആൾക്കാർക്ക് അതൊക്കെ മോചനാവും. അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനത്തെ ചില ഭാഗ്യാനുഭവങ്ങളുണ്ട്. പിന്നെ പറയണമെങ്കിൽ അനാവശ്യമായിട്ട് പല ആൾക്കാരോടും നമ്മൾ അലോഹ്യങ്ങൾ വന്നു ചേരും. ഒരു കാര്യമില്ലാതെ നമ്മൾ പ്രശ്നത്തിൽ നിൽക്കും. നമ്മുടെ വായിൽ നിന്ന് അങ്ങനെയുള്ള പ്രവൃത്തികളും ആശയങ്ങളെല്ലാം വരും. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള പ്രധാന ഘടകമാണ്.
പിന്നെ പറയുകയാണെങ്കിൽ വിവാഹാദി കാര്യങ്ങൾ നോക്കണ ആൾക്കാർക്ക് വിവാഹങ്ങൾ ഉറക്കാൻ സാധ്യതയുണ്ട്. ഉറച്ച് കിട്ടി നല്ല രീതിയിലൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ വിദേശ യാത്രകൾ നോക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മോചനമായി. വിദ്യാരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവും. പഠനത്തിൽ വിജയസ്ഥിതി ഉണ്ടാവും. പരീക്ഷകളിൽ വിജയസ്ഥിതി ഉണ്ടാവും. വാഹനങ്ങളായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും. നഷ്ടങ്ങളിൽ നിന്ന് മോചനം കിട്ടും. പിന്നെ ഗൃഹനിർമ്മാണത്തിന് സാധ്യതയുണ്ട്. ശ്രമിച്ചാൽ നടക്കുന്നൊരു സാഹചര്യമൊക്കെ ആയിട്ടുണ്ട്. ഭൂമിയെ ചൊല്ലിയുണ്ടായിരുന്ന കലഹങ്ങളിൽ നിന്നൊക്കെ മോചനമാവും. ആവശ്യമായിട്ട് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മോചനം കിട്ടും. അതും ഒരു ഭാഗ്യസ്ഥിതിയാണ്. പിന്നെ വീട് മാറ്റം, ഗൃഹമാറ്റം, താമസിക്കുന്ന വീട് മാറാൻ സാധിക്കും. വാടകയാണെങ്കിലും പുതുതാണെങ്കിലും ആ വീടിൽ നിന്ന് മാറി പുതിയ വീട്ടിലേക്ക് താമസം മാറാനൊക്കെ ഉള്ള ഒരു സന്ദർഭവും സമയമൊക്കെയാണിത്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നടക്കും. പിന്നെ പ്രവർത്തിച്ച് നല്ല മനസ്സോടെ പ്രവർത്തിക്കാനും നല്ല മനസ്സോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നല്ല വിജയം ഉണ്ടാവും. ചില സംരംഭങ്ങൾക്ക് നല്ല വിജയസ്ഥിതി കിട്ടും. പിന്നെ മാതാപിതാക്കളൊക്കെ ആയിട്ട് നല്ല ലോഹ്യത്തിലാവും. ആ ലോഹ്യത്തിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ നല്ല ലോഹ്യത്തിലാവും. അങ്ങനെയുള്ളൊരു സമയസ്ഥിതിയൊക്കെയാണിത്. അങ്ങനെയുള്ള പലവിധ ഗുണങ്ങൾ ഇന്ന് ആളുകാർക്ക് പറയാനുണ്ട്. പ്രധാനം ധനക്ലേശം കുറയും, മാറും. ധനം, ജോലിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ധാരാളം ധനം വന്നു ചേരും. വരുമാനം വർദ്ധിക്കും. ഗൃഹനിർമ്മാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആരംഭിക്കാൻ സാധിക്കും. ബന്ധുമിത്രാദിലായിട്ട് ലോഹ്യങ്ങൾ വന്നു ചേരും. പിന്നെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. ദൂരയാത്രകൾ ധാരാളം ചെയ്യാൻ സാധിക്കും. പിന്നെ വിദേശയാത്രകൾ ചെയ്യാൻ സാധിക്കും. വിദേശ ജോലി നോക്കുന്ന ആൾക്കാർക്ക്, പഠനം നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഉചിതമായിട്ടുള്ള സമയമാണ്. പുതിയ വീട് വാങ്ങിക്കാനും വീട് മാറാനൊക്കെ ഉചിതമായിട്ടുള്ള സമയമാണ്. ഇങ്ങനെയൊക്കെ സാധിക്കുന്നൊരു സന്ദർഭത്തിലേക്ക് എത്തി നാളുകാരുടെ അവസ്ഥ എന്നുള്ളതാണ് പ്രധാനം. ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ മാറി ഏറ്റവും നല്ല രീതിയിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാഹചര്യങ്ങൾ വന്ന് ചേരും. അങ്ങനെയുള്ള കുറേ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉള്ളൊരു സമയസ്ഥിതിയാണിത്. എന്താണെങ്കിലും ചില ഭാഗ്യങ്ങൾക്ക് തടസ്സങ്ങളും വരും. അങ്ങനെയുണ്ട് കേട്ടോ. ചില ഭാഗ്യങ്ങൾക്ക്, ചില ധനം വന്നു ചേരുന്ന പ്രധാന ചില ഭാഗ്യങ്ങൾക്ക് തടസ്സങ്ങൾ വന്നു. ചില ഭാഗ്യാനുഭവങ്ങൾ നമുക്ക് നിസ്സാര കാര്യം കൊണ്ട് മാറിപ്പോകും. ധനം വന്നു ചേരുന്ന ചില ഭാഗ്യാനുഭവങ്ങൾ, ഭൂസ്വത്തുക്കൾ വന്നു ചേരുന്ന ചില ഭാഗ്യാനുഭവങ്ങൾ, ആരെങ്കിലും ധന സാമഗ്രികൾ തരാൻ സാഹചര്യം ഒരുക്കുന്ന ചില ഭാഗ്യാനുഭവങ്ങൾ, കുറി മറ്റുള്ളവയിലൂടെ വരുന്ന ഭാഗ്യാനുഭവങ്ങൾ. അപ്പോൾ അതിനൊക്കെ ചില തടസ്സങ്ങൾ നേരിടും. അങ്ങനത്തെ ഒരു ചെറിയ സമയം കൂടിയാണ്. എന്താണെങ്കിലും ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മോചനമായി തുടങ്ങി. അതാണ് ഒരു സന്തോഷാവസ്ഥ. ഈ 1.5 മാസക്കാലം അനുഭവിച്ചിരുന്ന ആ ബുദ്ധിമുട്ടുകൾക്കും സങ്കടങ്ങൾക്കൊക്കെ ഒരു മോചനമായി തുടങ്ങി. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഇവർക്കെന്ന് വെച്ചാൽ ഈ ഭക്തി വിശ്വാസങ്ങൾ ധാരാളമുള്ള ആൾക്കാരാണ്. വ്രതം പോയി അയിലക്കാരെന്ന് പറഞ്ഞാൽ വെള്ളിൽ എണ്ണ എന്ന പോലെ നിറഞ്ഞിരിക്കുകയാണ് ഇവരുടെ മനസ്സിൽ. ഭക്തിയോടുള്ള മനസ്സാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശോഭിക്കും, സംശയമില്ല. അതേത് രീതിയിൽ താഴ്ന്നു പോയാലും അതൊക്കെ ശോഭിച്ച് വരാനുള്ള ഒരു സാഹചര്യവും സന്ദർഭമൊക്കെ ഒത്തുവരും. ഒരു സംശയവും വേണ്ട. അപ്പോൾ സമയത്തിന് ഭിന്നമായിട്ടൊക്കെ പോകുന്നുണ്ട്, സന്തോഷമായിട്ടൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി ഇതൊക്കെ വിപരീതമായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ധനത്തിൽ ബുദ്ധിമുട്ട് വിട്ടുമാറിയിട്ടില്ല, ഗൃഹത്തിൽ കലഹങ്ങൾ വിട്ടുമാറിയിട്ടില്ല, കുടുംബം ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ വിട്ടുമാറിയിട്ടില്ല, രോഗാദുരിതങ്ങൾ വിട്ടുമാറിയിട്ടില്ല, ഇനി അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് തന്നെ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് ജലധാര, പാൽപ്പായസം എന്നീ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ ഭഗവാന് നെയ്വിളക്ക്, ഭാഗ്യസൂക്ത മന്ത്രാർച്ചന എന്നീ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാന് തിരുമധുരം, പാൽപ്പായസം എന്നീ വഴിപാട് എന്തെങ്കിലും കഴിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ വഴിപാട് കഴിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ നാളുകാർക്ക് ബുദ്ധിമുട്ടുകൾ, ധനക്ലേശങ്ങൾ, രോഗാദുരിതങ്ങൾ എന്നിവ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനമാവും. ഒരു സംശയവും വേണ്ട. നല്ല രീതിയിൽ തന്നെ മോചനം ലഭിക്കും. എന്താണെങ്കിലും ഈ ഭക്തിമാർഗത്തോടെ തന്നെ മുന്നോട്ട് പോവാം. കാര്യങ്ങളൊക്കെ നടക്കും. ഒരു സംശയവും വേണ്ട.
ഈ ബുദ്ധിമുട്ടുള്ള നാളുകാർ വഴിപാടുകൾ കഴിക്കുക. മഹാദേവന് പായസം കഴിക്കുക, ജലധാര പിൻവിളക്കിൻ്റെ വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന് നെയ്വിളക്ക്, ഭാഗ്യസുക്ത മന്ത്രാർച്ചന, അതുപോലെ തന്നെ ഗണപതി ഭഗവാന് പായസം, ദുർമതലം ഏതെങ്കിലും ഒന്ന് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. ഇതിലൂടെ മോചനം കിട്ടും, ഒരു സംശയവും വേണ്ട. എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ആൾക്കാർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യം സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ.